എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പം ആ ജയന്റ് അതാണെങ്കിൽ നമ്മുടെ സാമുറായി പെണ്ണിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ഓടി അടുക്കും. അവളാണെങ്കിൽ പേടിച്ച് അങ്ങനെ വരണ്ട് നിൽക്കുകയാണ്. അവന്റെ ജയന്റ് കൈ അതവളുടെ ക്ലോസ് തന്നെ താമസം. അടുത്ത നിമിഷം ലൂഫി ആ കൈ അങ്ങനെ ബ്ലോക്ക് ചെയ്യാണ്. അവന്റെ ചെറിയ പവറിൽ ലൂഫി അവന്റെ ജയന്റ് കൈ അതങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കും. അതിനുശേഷം രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം. അവർ രണ്ടുപേരും വിട്ടുകൊടുക്കാതെ പ്രഷർ അങ്ങനെ കൊടുത്തു കൊണ്ടുപോയിരിക്കുകയാണ്. ചുറ്റുമുള്ളവരാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ആ കാഴ്ച നോക്കി നിൽക്കും. കാരണം ലൂഫി ഒട്ടും സൈസ് ഇല്ലാത്ത ഒരു ചെറിയ പയ്യനാണ്. അത്രയും വലിയ ജയന്റിനെ അവനെ കൊണ്ട് എങ്ങനെ പ്രിവെന്റ് ചെയ്ത് നിൽക്കാൻ കഴിയുന്നു ചിന്തിച്ച് ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ലൂഫിയെ തന്നെ നോക്കും. ഇവിടെ ജയന്റ് ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ ലൂഫിയെ തിരികെ നല്ല ഫോഴ്സിൽ തള്ളുകയാണ്. ലൂഫിയുടെ പ്രഷറിൽ അവൻ ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് വീണ എല്ലാവരുടെയും മുൻപിൽ അവന്റെ മാനം അത് പമ്പ കടക്കും. വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ കൂടുതൽ ഫോഴ്സ് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കും. ലൂഫിയുടെ കൈയാണെങ്കിൽ പതിയെ പതിയെ ഇപ്പൊ വീർത്ത് വരികയാണ്. അതിനുശേഷം രണ്ടുപേരും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് കൊടുത്ത് ആ ഒരു ഫോഴ്സിൽ രണ്ടുപേരും രണ്ട് ഭാഗത്തേക്ക് തെറിക്കും. ഇവിടെ സാമുറായി പെണ്ണാണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിക്കും, ലൂഫി ഒരു കാരണവശാലും നീ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് വീഴാൻ പാടില്ല. അങ്ങനെ വീണ ഇവരെല്ലാവരും നീ തോറ്റതായിട്ട് പ്രഖ്യാപിക്കും. നീ തോൽക്കാനായിട്ട് പാടില്ല. അവന് ഒരു പാഠം പഠിപ്പിക്കണം. അത് കേട്ട് രണ്ടുപേരും ഇപ്പൊ കൈയൊക്കെ വീശി ഒരു വിധത്തിൽ ബാലൻസ് ചെയ്ത് ആ ഗ്രൗണ്ടിൽ തന്നെ നിൽക്കും. ആ ജയന്റ് ആണെങ്കിൽ കലി കയറി പല്ല് കടിച്ച് ഫുൾ കലിപ്പില് ഇപ്പൊ ലൂഫിയോട് ചോദിക്കും, സത്യം പറയ്, നീ ആരാ? നീയും ഈ പെണ്ണും തമ്മിലുള്ള ബന്ധം അതെന്താണ്? ഓൾറെഡി അവൾ ഇത്രയും പേരുടെ മുൻപിൽ വെച്ച് ഇത്ര റെസ്പെക്ട്ഫുള്ളായി എന്നെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞു. സോ ഒരു കാരണവശാലും അവളെ ഞാൻ വെറുതെ വിടില്ല. സത്യം നീ പറഞ്ഞിട്ടില്ല എങ്കിൽ അവളെ ഞാൻ വളരെ ബ്രൂട്ടലായിട്ടായിരിക്കും കൊല്ലുക. ഇപ്പൊ നീയും എനിക്ക് വലിയൊരു അപമാനം തന്നെയാണെന്ന് അവൻ തീർത്തു പറയും. അതിന് ലൂഫി ആണെങ്കിൽ സിമ്പിളായി കയ്യും കാലും ഒക്കെ കുടഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ ചാടി നിൽക്കും. നിനക്കിപ്പോൾ ആവശ്യം സുമോ ഫൈറ്റ് അല്ലേ? ഞാൻ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് അവനോട് പറയും. ലൂഫി ആണെങ്കിൽ അവനെ വെല്ലുവിളിക്കുന്നത് കണ്ട് ഇപ്പൊ ആ ജയന്റിന് കുറേശ്ശെ പേടിയായി തുടങ്ങും. കാരണം ആ ജയന്റിന്റെ നല്ലൊരു പഞ്ച് അത്രയും ചെറിയ ലൂഫി വളരെ ഈസി ആയിട്ടാണ് ബ്ലോക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ലൂഫി നിസ്സാരക്കാരനല്ല എന്ന് അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സോ ഞാൻ ഇവനുമായിട്ട് ഫൈറ്റ് ചെയ്താൽ എൻ്റെ മാനം പോവും. ഒരു പക്ഷേ ഞാൻ തോറ്റു പോകാൻ പോലും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ലൂഫി എങ്ങനെയെങ്കിലും ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് തട്ടി താഴെയിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ലൂഫി ആണെങ്കിൽ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് വീണ്ടും അവനോട് ഫൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജനങ്ങളെല്ലാവരും ആകാംക്ഷയോട് കൂടെ അവരുടെ ഫൈറ്റ് നോക്കും. അവരാദ്യമാണ് അവരുടെ ലൈഫിൽ ഇത്രയും വിചിത്രമായിട്ടുള്ള ഒരു ഫൈറ്റ് അത് കാണുന്നത്. ആ ജയന്റിനാണെങ്കിൽ കൺട്രോൾ പോയി നിർത്താതെ അറഞ്ചം ലൂഫിയെ തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അവന്റെ ഓരോ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ട് വളഞ്ഞും തിരിഞ്ഞും അവൻ വീണ്ടും ആ ഒരു ബാറ്റിൽ ഫീൽഡിൽ തന്നെ നിൽക്കുകയാണ്. ഞങ്ങളുടെ ആകാംക്ഷയും ഹാർട്ട് ബീറ്റും അങ്ങനെ കൂടി വരും. കാരണം അത്രയും സ്ട്രെങ്ത് ഉള്ള ആ ജയന്റിന്റെ മുൻപിൽ ആദ്യമായിട്ടാണ് ഒരു പൊടി പയ്യൻ ഇപ്പൊ കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കുന്നത്. ഇവിടെ ലൂഫി ഒരുപാട് സമയം അവന്റെ പഞ്ചുകളെ ബ്ലോക്ക് ചെയ്ത് അവസാനം നല്ലൊരു ഫോഴ്സ് എടുത്ത് ആ ജയന്റിനെ ആഞ്ഞൊരിട്ടി. ആ ഒരു ഇടിയിൽ അവനൊന്ന് ചെറുക്കായി അങ്ങനെ നിൽക്കും. ആ ഗ്യാപ്പിൽ ലൂഫി ആണെങ്കിൽ അവന്റെ ട്രൗസർ പൊക്കി അവനെ പുറത്തേക്കിടാൻ ശ്രമിക്കും. പക്ഷെ അവന് ഭയങ്കര വെയിറ്റ് ആണ്. ലൂഫിക്ക് അവനെ പൊന്തില്ല. ജയന്റ് ആണെങ്കിൽ ലൂഫിയെ നോക്കും. അതിനുശേഷം ഈസി ആയിട്ട് അവനെ അങ്ങനെ പിടിച്ചു വലിച്ച് ഉയർത്തിയെടുത്ത് ബാറ്റിൽ ഫീൽഡിൽ നിന്ന് നല്ല ഫോഴ്സിൽ പുറത്തേക്ക് വലിച്ചെറിയും. ലൂഫി ആണെങ്കിൽ നിലവിളിച്ച് പുറത്തേക്ക് പോയി അടിച്ചു വീഴുകയാണ്. പക്ഷെ അടുത്ത നിമിഷം ലൂഫി ആണെങ്കിൽ അവന്റെ കൈ പിടിച്ച് വലിച്ച് വീണ്ടും ആ ഒരു ഗോതയിലേക്ക് ചാടി കയറുകയാണ്. ലൂഫിക്ക് നന്നായിട്ട് അറിയാം മോ ഫൈറ്റില് പരസ്പരം അച്ചറം പൊച്ചറം അടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. തൂക്കിയെടുത്ത് പുറത്തേക്ക് വലിച്ചെറിയണം. എങ്കിലും മാത്രമേ അതിൽ ജയിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് നമ്മുടെ ചക്കൻ അവൻ ആ ജയന്റിനെ തള്ളി താഴെയിടാനും തൂക്കിയെടുത്ത് വലിച്ചെറിയാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോ ആ ഹോൾഡോണിനെ കാണിക്കും. അവനാണെങ്കിൽ ആ ജയന്റിന്റെ മുടി അത് വെട്ടിയ കാര്യമൊക്കെ അറിഞ്ഞ് അങ്ങനെ ഫുൾ കലിപ്പിൽ നിൽക്കുകയാണ്. പക്ഷെ അടുത്ത നിമിഷം ആ ലയൺമാൻ അവനാണെങ്കിൽ ഇപ്പൊ ആ വയലറ്റ് പെണ്ണിനെ നോക്കും. എനിക്കിപ്പോൾ ആവശ്യം അവരെയൊന്നും അല്ല, മറിച്ച് ഇവളെയാണ്. ഇവളുടെ പവർ അതെന്താണെന്ന് തിരിച്ചറിയണമെന്ന് പറഞ്ഞ് അവനിപ്പോൾ വീണ്ടും അവളുടെ അടുത്തേക്ക് അടുക്കും. അവനാണെങ്കിൽ ആ ഇറുക്കിയുമായിട്ട് അവളുടെ അടുത്തേക്ക് അടുക്കും. അവൾക്കറിയാം അവൾ കൊസുക്കി ക്ലാനിലുള്ളത് കൊണ്ടാണ് അവർക്ക് അവളോട് ഇത്രയും ദേഷ്യം. മാത്രമല്ല അവൾക്ക് ഒരു സ്പെഷ്യൽ പവർ ഉണ്ട്. അതിന്റെ ടെക്നിക്കും അവർക്ക് അറിയണം. അവൾ ആ ഒരു ഇറുക്കി അത് അടുത്തേക്ക് വരുന്നത് കണ്ട് അങ്ങനെ പേടിച്ച് നിൽക്കും. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ഗോതയില് ആ ഒരു ജയന്റ് അവനാണെങ്കിൽ ഇപ്പൊ സാമുറായി പെണ്ണിനെ നോക്കും. നീയാണ് ഇതിനെല്ലാം കാരണക്കാരി. അന്ന് നീ എന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞ് ഇവിടെ വരെ വന്നു. അതിനുശേഷം എല്ലാവരുടെയും മുൻപിൽ വെച്ച് നീ എന്നെ ഇൻസൾട്ട് ചെയ്തു. നിന്റെ ഫ്രണ്ട്സായ ഈ വാണാരി ചെക്കനെയും കൂട്ടി നീ എൻ്റെ അടുത്ത് വന്ന് എന്നെ തന്നെ വെല്ലുവിളിച്ചു. ഇതിൽ കൂടുതൽ ഒരു അപമാനം അതെനിക്ക് നേരിടാനായിട്ടില്ല. സോ തീർച്ചയായിട്ടും
എന്നെ ഇത്തരത്തിൽ അപമാനിച്ച നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി തല്ലിക്കൊല്ലും. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് വീണ്ടും അവന്റെ ദേഷ്യം ഇരട്ടിക്കുകയാണ്. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ അവളെ വീണ്ടും ഭീഷണിപ്പെടുത്തും. നീ ആദ്യം എന്നോട് ഫൈറ്റ് ചെയ്ത് നിന്റെ സ്ട്രെങ്ത് കാണിക്ക്, അതിനുശേഷം ലേഡീസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞ് ലൂഫി അവന്റെ ഹോക്കി പവർ വെച്ച് ആഞ്ഞൊരടി. ആ ഒരു അടി കിട്ടി കൺട്രോൾ പോയ ജയന്റ് ആണെങ്കിൽ ഇപ്പൊ കുറെ ദൂരം പുറകിലേക്ക് തെന്നിത്തെറിച്ച് പോവാണ്. ഞൊട്ടിയടയിൽ ലൂഫി ആണെങ്കിൽ അവന്റെ കൈ അതങ്ങനെ പുറകിലേക്ക് വീശുകയാണ്. ആ കൈ ആണെങ്കിൽ അടുത്തുള്ള 3 ഗ്രാമം വരെ അങ്ങനെ നീണ്ടു പോവും. ജനങ്ങളെല്ലാം അവന്റെ കൈ തന്നെയാണ് നോക്കുക. അതേസമയം ഇവിടെ വില്ലന്മാര് അവരാണെങ്കിൽ ആ വയലറ്റ് പെണ്ണിനെ പിടിച്ചു വെച്ച് ആ ഇറുക്കി ഉപയോഗിച്ച് അവളുടെ മുഖത്തങ്ങനെ ആഞ്ഞു വലിക്കുകയാണ്. ഇവിടെ ലൂഫി ആണെങ്കിൽ അവന്റെ കൈ അതങ്ങനെ പുറകിലേക്ക് കൊണ്ടുപോയി നല്ല ഫോഴ്സിൽ മുൻപോട്ടേക്ക് കൊണ്ടുവന്ന് ആ ജയന്റിന്റെ വയറ്റിൽ ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയിൽ ലൂഫിയുടെ കൈ മുഴുവനായിട്ടും അവന്റെ വയറ്റിലേക്ക് അങ്ങനെ കുത്തിക്കയറി പോവാണ്. ആ ഒരു ഇടിയുടെ ശബ്ദത്തിൽ ചുറ്റുമുണ്ടായിരുന്ന ജനങ്ങൾ അവരെല്ലാവരും നടുങ്ങും. ആ ജയന്റ് ആണെങ്കിൽ വേദനയാൽ നിലവിളിക്കും. ഇവിടെ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ വേദനയിൽ നിലവിളിക്കും. ആ സമയം ലൂഫി അടിച്ച ജയന്റ് അവനങ്ങനെ കറങ്ങി ഫ്ലൈ ചെയ്ത് വയലറ്റ് പെണ്ണുണ്ടായിരുന്ന ആ വീട്ടിലേക്ക് അടിച്ചു വീഴുകയാണ്. അവനാണെങ്കിൽ ആ വില്ലന്റെ ദേഹത്ത് ആഞ്ഞു പോയി ഇടിക്കും. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ആ ഇടിയിൽ തെറിച്ചു പോവും. ഒരു വെടിക്ക് ഇപ്പൊ നമ്മുടെ ലൂഫി 2 പക്ഷികളെ വീഴ്ത്തിയിരിക്കുകയാണ്. ആ ജയന്റ് ആണെങ്കിൽ ആ ഹ്യൂമൻ ലയണിനെ തകർത്തതില് ആങ്കർ ഇപ്പോ ഉച്ചത്തില് അത് വിളിച്ചു പറയും. ജനങ്ങൾക്കാണെങ്കിൽ അവരുടെ കണ്ണുകളെ വിശ്വസിക്കാനായിട്ടാവില്ല. കാരണം ഇത് അൺബിലീവബിൾ ആണ്. ഇവിടെ ലൂഫിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ്. യാഹൂ, ആ ജയന്റിനെ ഞാൻ തോൽപ്പിച്ചു. ഉടനെ സോറോ ആണെങ്കിൽ ലൂഫിയെ കൺട്രോൾ ചെയ്യാൻ ആ ഒരു ഗ്രൗണ്ടിലേക്ക് കയറി വരികയാണ്. അപ്പൊ ജനക്കൂട്ടത്തിനിടയിലുള്ള ഏതോ ഒരാള് ഇപ്പൊ സോറോയെ തിരിച്ചറിയാണ്. ഇതവനാണ് ആ വാണ്ടഡ് പോസ്റ്ററിലുള്ള അതേ ക്രിമിനൽ. ഒരു കാരണവശാലും അവനെ വെറുതെ വിടാനായിട്ട് പാടില്ല. സോറോ ആണെങ്കിൽ ക്യാഷ്വലായിട്ട് ഇരുന്ന് അതെ ഞാൻ തന്നെയാണ് ആ പിടികിട്ടാ പുള്ളി എന്ന് പറയും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ട്രഫാൽഗറിലോ അവനാണെങ്കിൽ അവിടുന്ന് മൂവ് ചെയ്യാനായിട്ട് പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോഴായിരിക്കും പെപ്പോംസ് ഓടി വന്ന് ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അവന്റെ മുൻപിൽ നിൽക്കുക. ട്രഫാൽഗറിലോ ആണെങ്കിൽ ആളുടെ ആ ഒരു സ്ക്വാഡ് അതുപയോഗിച്ച് അവനെ സ്റ്റെക്ക് ചെയ്യും. അപ്പൊ മനസ്സിലാവും അവൻ ആ പൊല്യൂട്ടഡ് വാട്ടറിലെ ഫിഷ് കഴിച്ചു. ഓ നോ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ആ ഫിഷ് ഒന്നും കഴിക്കാൻ പാടില്ല എന്ന്. അതിനാ കരടിയാണെങ്കിൽ വിഷമത്തിൽ കരയും. ഐ എം സോറി, എനിക്കറിയാതെ ഒരു തെറ്റ് പറ്റിപ്പോയി. ട്രഫാൽഗറിലോയ്ക്കാണെങ്കിൽ ചത്താ മതിയെന്നാവും. ഓക്കെ കുഴപ്പമില്ല, നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നിന്നെ ക്യൂർ ചെയ്യാന്ന് പറഞ്ഞ് ട്രഫാൽഗറിലോ ആണെങ്കിൽ ആളുടെ പവറൊക്കെ ഉപയോഗിച്ച് അവനെ ക്യൂർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ ട്രഫാൽഗറിലോയ്ക്കാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കുറിച്ച് ഓർത്താണ് ഒരുപാട് ടെൻഷൻ. നമ്മുടെ ആൾക്കാർ അവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. എത്രയും വേഗം അവരുടെ അടുത്തേക്ക് എത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ ചിന്തിച്ച് ആളങ്ങനെ നിൽക്കും. അതേസമയം ലൂഫിയും സോറോയും അവർ രണ്ടുപേരും റിങ്ങിന്റെ ഒത്ത നടുക്കിരുന്ന് ജനങ്ങളെ എല്ലാവരെയും നോക്കി കാണുകയാണ്. ലൂഫി ആണെങ്കിൽ വിളിച്ചു പറയും, ഈ ഗ്രാമത്തലവൻ എത്രയും വേഗം ഇവിടേക്ക് വന്നേ പറ്റൂ. ഞങ്ങളുടെ വയലറ്റ് പെണ്ണ് അവളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നതെന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.